അപ്പോൾ ഞാൻ ആ ഇട്ട ഡ്രസ്സോട് കൂടിയിട്ട് എൻ്റെ ജീവനും കൊണ്ട് ഞാൻ ഓടി. എൻ്റെ ഉമ്മ അവിടെ ഉണ്ട്, 55 വയസ്സായ ഉമ്മ ഉണ്ട് അതിനുള്ളിൽ. അവർക്ക് എന്ത് സംഭവിച്ചെന്ന് പോലും എനിക്കറിയില്ല. ലഹരിക്ക് അടിമയായ സ്വന്തം മകന്റെ ഭീഷണിക്ക് വിധേയമായി ഒരു മാതാവ് പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഇന്ന് രാവിലെ ഞങ്ങളുടെ കോഴിക്കോട് റിപ്പോർട്ടർ ഓഫീസിൽ ഒരു ഉമ്മ എത്തി. ലഹരിക്കടിമയായ മകനെ പേടിച്ച് കോഴിക്കോട്ടെ റിപ്പോർട്ടറിന്റെ ഓഫീസിൽ അഭയം തേടിയിരിക്കുകയാണ് ഒരു മാതാവ്. പുലർച്ചെ 2 മണിയോടെയാണ് റിപ്പോർട്ടറിന്റെ ഈ ഓഫീസിലെത്തിയത്. മകനെ ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിക്കാൻ സഹായിക്കണമെന്നാണ് ആവശ്യം. കാക്കൂർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടും സഹായിച്ചില്ലെന്നും ആരോപണമുണ്ട്. നമുക്ക് അമ്മയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. ഇന്നലെ രാത്രി വന്നിട്ട് എൻ്റെ ഫോണിൽ ഈ പോലീസിനെ തടഞ്ഞ വീഡിയോസുകൾ കണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫോൺ വാങ്ങിയവൻ അത് കണ്ടതിന് ശേഷം അവന് ഭയങ്കര വയലൻ്റ് ആയി. അപ്പോൾ ഞാൻ ആ ഇട്ട ഡ്രസ്സോട് കൂടിയിട്ട് എൻ്റെ ജീവനും കൊണ്ട് ഞാൻ ഓടി. എൻ്റെ ഉമ്മ അവിടെ ഉണ്ട്, 55 വയസ്സായ ഉമ്മ ഉണ്ട് അതിനുള്ളിൽ. അവർക്ക് എന്ത് സംഭവിച്ചെന്ന് പോലും എനിക്കറിയില്ല. കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ 3 പ്രാവശ്യം ഇന്നലെ കാക്കൂർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. അവരെ കൊണ്ടുപോകാൻ വേണ്ടി സഹായത്തിന് ചോദിച്ചിട്ട് നമ്മൾ പോലീസ് അന്വേഷിക്കാതെ വരെ. അതായത് ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരു മകൻ കൊലപ്പെടുത്തുമെന്ന ഒരു ഭയത്താൽ ആ മകനെ റീഹഡിഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മാതാവ് 3 തവണയാണ് കോഴിക്കോടുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയത്. പക്ഷെ പോലീസ് നിസ്സഹായനായി നിന്നപ്പോൾ മാധ്യമങ്ങളുടെ സഹായം തേടി എന്നാണ് ആ ഇതിൽ കൂടി പറയുന്നത്. ഇന്ന് ലഹരി എന്ന് ഒരു വലിയൊരു വിപത്തായിട്ട് മാറിയിരിക്കുകയാണല്ലോ. ലഹരിക്ക് അടിമയായി സ്വയബോധം നഷ്ടപ്പെട്ട് സ്വന്തം മാതാവിന്റെ ജീവനെടുത്ത സംഭവങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. അതിന്റെ വ്യാകുലത ആയിരിക്കാം ഈ മാതാവിന് പോലീസിനോടുള്ള സഹായം തേടാനുള്ള പ്രേരണ ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ പോലും അതിമാരകമായ ലഹരി ഉപയോഗം സാർവത്രികമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ വരുന്നത്. അതായത് മുൻകാലങ്ങളിൽ കോളേജ് തലത്തിലൊക്കെ ലഹരി ഉപയോഗം കണ്ടുവരുന്നതെങ്കിൽ ഇന്ന് UP-യിലും LP-യിലും പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ പോലും ലഹരി ഉപയോഗം സാർവത്രികമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് വളരെയധികം ദുഃഖകരവും വളരെയധികം സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ്. പല കുട്ടികളും ഇത്തരം ലഹരിക്ക് അടിമയാവുകയും അതെല്ലാം മറ്റുള്ള തെറ്റായ വഴിയിലേക്ക് സഞ്ചരിക്കുന്നത് മാതാപിതാക്കളുടെ അശ്രദ്ധയും അനാസ്ഥയും ഉണ്ട് എന്ന് പറയുന്നതിൽ വളരെയധികം ദുഃഖമുണ്ട്. അതായത് ചെറുപ്രായത്തിൽ തന്നെ ഇത്തരം ലഹരി വസ്തുക്കൾ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള സൂക്ഷ്മ നിരീക്ഷണം ഓരോ മാതാപിതാക്കളും നടത്തേണ്ടത് ഇന്നത്തെ കാലത്ത് നിർബന്ധമാണ്. നമ്മുടെ കുട്ടികൾ ഇത്തരം കാര്യങ്ങളിലൊന്നും ഉപയോഗിക്കേണ്ടില്ല എന്നുള്ള ഒരു ധാരണയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ കൈവിട്ട ശേഷമായിരിക്കും ഇതിനെക്കുറിച്ചിട്ട് പലപ്പോഴും പല മാതാപിതാക്കളും ദുഃഖിക്കേണ്ടി വരിക. അതുകൊണ്ടായിരിക്കാം ഈ മാതാവ് ഇപ്പോ അവർ വാർത്തയിൽ പറഞ്ഞു കേട്ട പ്രകാരം 24 വയസ്സുള്ള മകനെന്നാണ്. ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരു മകനായിരിക്കാം. അപ്പൊ നമ്മൾക്ക് നമ്മളുടെ കൺട്രോളിൽ നിയന്ത്രിക്കേണ്ട ആ സമയത്ത് തന്നെ നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികൾ നമ്മുടെ വറവിൽ നിൽക്കത്തുള്ളൂ. അല്ലാതെ നമ്മുടെ കുട്ടികളെ ഒരു പ്രായമല്ലേ അതുകൊണ്ട് അവരെ ആ വെളിയിലേക്ക് മാറ്റാം എന്നുള്ള ഒരു ധാരണയിൽ വെച്ച് പുലർത്തുമ്പോൾ പിന്നീട് പല മാതാപിതാക്കൾക്കും ദുഃഖിക്കേണ്ട വരും എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമ്മുടെ സൂക്ഷ്മമായിട്ടുള്ള ഒരു നിരീക്ഷണം നടത്തണം. നമ്മുടെ കുട്ടികൾ എത്ര പ്രസക്താണെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും ഒരുപക്ഷെ നമ്മളെപ്പോലും കബളിപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചെന്ന് വരാം. അതുകൊണ്ട് ഓരോ കുട്ടികളെയും ഓരോ മക്കളെയും അവരുടെ രക്ഷിതാക്കന്മാർ സൂക്ഷ്മമായിട്ടുള്ള ഒരു നിരീക്ഷണം നടത്തണം. സ്കൂളിലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് തിരിച്ചു വീട്ടിലേക്ക് വരുന്നതും അവരുടെ കൂട്ടു പശ്ചാത്തലങ്ങളും അവരെവിടെ അലസമായിട്ട് പോകുന്നുണ്ടോ, രാത്രികാലങ്ങൾ എവിടെയാണ്, ഏത് കൂട്ടുകാരുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്, അതല്ല ഇനിയിപ്പോ സ്കൂളിന്റെ ഒഴിവ് സമയങ്ങളിൽ അവരെവിടെയാണ് കളിക്കാൻ പോകുന്നത്, അങ്ങനെയൊക്കെ സൂക്ഷ്മമായിട്ടുള്ള ഒരു നിരീക്ഷണം ഓരോ മാതാപിതാക്കളും നിർബന്ധമായും നടത്തണം. പല കുട്ടികളെയും വഴിതെറ്റിക്കാൻ ലഹരി മാഫിയകൾ, ഇപ്പൊ ചെറിയ കുട്ടികളെയാണ് ഇവർ ഈ ലഹരി മാഫിയകളൊക്കെ ഒരു വിൽപ്പനക്കാരനാക്കി മാറ്റുന്നതെന്നാണ് പല വാർത്തകൾ കൂടി അറിയാൻ കഴിഞ്ഞത്. ഇൻസ്റ്റഗ്രാം ഒരു വലിയൊരു ഇതായിട്ട് മാറുന്നുണ്ട്. അതായത് കേവലം 14 വയസ്സുള്ള ഒരു പെൺകുട്ടി 2 വർഷങ്ങളായി അതിമാരകമായ ലഹരി ഉപയോഗിക്കുന്നു. ആ പെൺകുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട ഒരാളിൽ നിന്നാണ് എനിക്ക് ലഹരി ആദ്യമായി ഫ്രീ ആയി കിട്ടുകയും
പിന്നീട് ഞാൻ വീണ്ടും അവരോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ എന്നെ ഒരു വിൽപ്പനക്കാരനാക്കി മാറ്റി. അതായത് കുട്ടികൾക്കിടയിൽ വിൽപ്പനക്കാരനാക്കി മാറ്റി. അതിൽ നിന്ന് നിശ്ചിത ശതമാനം എനിക്ക് ലാഭമായി തന്ന് ആ കാശ് കൊണ്ടാണ് ഞാൻ നാളിതുവരെ ലഹരി ഉപയോഗിച്ചെന്നാണ് ആ കുട്ടി കോൺസിങ് പറഞ്ഞത്. അപ്പൊ ഈ കുട്ടികള് പലപ്പോഴും നമുക്ക് സംശയങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ പോലീസുകാരുടെ ഇടയിലോ അല്ലെങ്കിൽ മറ്റു ജനങ്ങളുടെ ഇടയിലോ ഒന്നും സംശയങ്ങൾ ഉണ്ടാവില്ല ചെറിയ കുട്ടികളാവുമ്പോൾ. അപ്പൊ അതിന് ഈ കുട്ടികളെയാണ് ഈ ലഹരി മാഫിയകൾ ഇത്തരം വിൽപ്പനക്കാരനാക്കി മാറ്റുന്നത്. ആദ്യമൊക്കെ ചിലപ്പോൾ മിഠായി തരത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ കുട്ടികൾക്ക് ഫ്രീ ആയി കൊടുക്കും. 1-2 തവണ കുട്ടികൾക്ക് ഇത് കൊടുക്കുമ്പോൾ ഇതിന് അഡിഷനായി കഴിഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യും? ഇവരെ വീണ്ടും സമീപിക്കും. ഈ സമീപിക്കുമ്പോഴായിരിക്കും ഇവർ കാശിന് ആവശ്യപ്പെടുന്നുണ്ടാവുക. ഈ കാശ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ വരുമ്പോഴായിരിക്കും ഈ ലഹരി മാഫിയകൾ ഒരു ഉപാധി കൊടുക്കുന്നുണ്ടാവുക. നമ്മൾ തരുന്ന സാധനം വിൽക്കുകയാണെങ്കിൽ ഇത്ര ശതമാനം നിനക്ക് കാശായിട്ട് തരും, ആ കാശ് കൊണ്ട് നിനക്ക് ഈ വസ്തു വാങ്ങി ഉപയോഗിക്കാം എന്നത്. ഇങ്ങനെയാണ് പല കുട്ടികളും ഇത്തരക്കാർ വഴിതെറ്റിക്കുന്നത്. അതുകൊണ്ട് ഓരോ രക്ഷിതാക്കന്മാരും ഇക്കാര്യത്തിൽ വളരെയധികം അവരുടെ മക്കളുടെ കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കണമെന്നാണ് ഈ അവസരത്തിൽ വിനീതമായി ഉണർത്താനുള്ളത്.